നമ്മൾ ഇന്ന് ധരിച്ച വസ്ത്രം എത്ര മനോഹരമാണെന്നോ, ഇന്ന് കഴിച്ച ആഹാരം എത്ര രുചികരമാണെന്നോ, എത്ര വില കൂടിയ വാഹനത്തിലാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചതെന്നോ കുറച്ചു നാളുകൾ കഴിയുമ്പോൾ ആരും ഓർത്തിരിക്കാനിടയില്ല. ഒരുപക്ഷെ നമ്മൾ പോലും അത് മറന്നു പോയിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ ഇന്ന് മറ്റുള്ളവരോട് പറഞ്ഞുപോയ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പെരുമാറ്റം അവരുടെ മനസ്സിൽ ഒരു വേദനയായോ ഒരു സന്തോഷമായോ ഏറെക്കാലം നിലനിൽക്കും. വാക്കുകളാണ് ഈ ലോകത്ത് ഏറ്റവും മനോഹരമായതും അരോചകമായതും. മാഷാ അല്ലാ, നല്ലൊരു ചിന്തയായിരുന്നു അല്ലേ? അവസാനം വളരെ കുറഞ്ഞ വാക്കുകളാണെങ്കിലും എല്ലാവരുടെ ജീവിതത്തിലും ഉൾക്കൊള്ളേണ്ട വളരെ ഗൗരവപ്പെട്ടൊരു ചിന്തയാണ്. അവസാനത്തെ ആ വാക്ക് ഒന്നുകൂടി അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വാക്കുകളാണ് ഈ ലോകത്ത് മനോഹരമായതും അരോചകമായതും. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം? പറയണം. നാം ഒരു വാക്കേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷേ അത് നമ്മൾ പറഞ്ഞ ആരോടാണോ പറഞ്ഞത് ആ വ്യക്തിയുടെ മനസ്സിൽ ചിലപ്പോൾ മായാത്ത ഒരു കനലായിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. ഒരു വാക്കുണ്ട്, അഥവാ പൊറുക്കാൻ കഴിയും, മറക്കാൻ കഴിയൂല. നമ്മൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി, ഏറ്റവും പ്രവൃത്തിയിൽ വെച്ച് ഏറ്റവും ഏറ്റവും ലളിതമായൊരു കാര്യമാണെന്ത്? വാക്ക് പറയാന്നുള്ളത്. അങ്ങനെ മോശമായ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിടയിലുള്ള ബന്ധം വെച്ചിട്ട് ചിലപ്പോൾ പൊറുക്കാൻ കഴിയും, എനിക്ക് ഞാൻ പുറത്ത് നിൽക്കണം കേട്ടോ, പക്ഷെ മറക്കാൻ കഴിയൂല. പറഞ്ഞ വാക്ക് തട്ടി അതവിടെ മരണം വരെ ഉണ്ടാവും. അതുകൊണ്ട് മറക്കാൻ കഴിയാത്ത ഒരു വാക്കും, തെറ്റായൊരു വാക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത നല്ല വാക്കുകൾ കൊടുക്കും വേണം. അഥവാ നല്ല വാക്കുകൾ അന്നാ പറഞ്ഞത് എനിക്കൊരു മോട്ടിവേഷനായിരുന്നു. ഞാൻ പതറി നിന്നപ്പോഴാണ് എന്ത് ചെയ്തത്, അവൻ വന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞത്. ആ വാക്കിലാണ് എൻ്റെ വിജയം. ആ വാക്കാണ് എനിക്ക് സപ്പോർട്ടായത്. അപ്പം അതുകൊണ്ട് വാചകങ്ങളെ കാണാം. പിന്നെ ഈ ആയുധം കൊണ്ട് ഉണ്ടാക്കുന്ന മുറിവിനേക്കാൾ വലുതാണ് നാവ് കൊണ്ടുള്ള ചില വാക്കുകൾ എന്നുള്ള അറബിയിലുള്ള ചില പ്രയോഗങ്ങളുണ്ട്. നമ്മൾ നാവിനെ നന്നായി സൂക്ഷിക്കണം. റഹ്മാനെ റബ്ബ് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് ഓർമ്മ പറഞ്ഞതായിട്ട്. ഞാൻ സംസാരിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ മൗനം വീക്ഷിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സംസാരിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അരോചകമായ വാക്കുകൾ ഒഴിവാക്കി ആളുകൾക്ക് ഇഷ്ടമുള്ള നല്ല സംസാരങ്ങൾ, സപ്പോർട്ടായ സംസാരങ്ങൾ സംസാരിക്കുക. മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചില്ലേ, മൻ നജാത്തു യാ റസൂലല്ലാഹ്, എന്താണ് വിജയത്തിന് ചെയ്യേണ്ടത്, രക്ഷ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം പറഞ്ഞു കൊടുക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് പിടിച്ചുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അംസിക് അലൈക ലിസാനക്, അല്ലേ, ഫാഖദഹു ബിലിസാനി, നാവ് പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അത്രയും ഗൗരവം ആ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾക്കും ഉണ്ട്. അത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ആകണം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, അത്രയും ഹദീസുകളും കാര്യങ്ങളും ഉണ്ട് ഈ വിഷയത്തിൽ. അതിനെ അഥവാ ചീത്തത് പറയുന്നത് നിങ്ങൾ ഔലിയസ്മുത്ത്, ഒന്നെങ്കിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ചിലർ ഇങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ഭാഷ വെച്ചിട്ടേക്കും പറയുന്ന സംസാരിക്കുന്നവർക്ക് അല്ലേ, നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ആവശ്യമില്ലാത്താണെങ്കിൽ മിണ്ടാതിരിക്കുക. അതാണ് നമുക്ക് വിശ്വാസികളോട് തന്നെ പറഞ്ഞതും അല്ലേ. നല്ലത് പറയുക, നല്ലതല്ലേ, നമ്മൾ മിണ്ടാതിരിക്കുക. അതുകൊണ്ട് ആ ഒരു വാക്ക് ഒന്നുകൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു, പൊറുക്കാൻ കഴിഞ്ഞാലും മറക്കാൻ കഴിയാത്ത വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യരുത്, പറയരുത്. അല്ലാഹു തആല നമ്മുടെ നാവിനെ സൂക്ഷിച്ച് ആ നജാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.